ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് സ്റ്റാറ്റസിലുമൊക്കെ ഈ റീസെൻ്റായിട്ട് വരുന്ന ട്രോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ഹൗസ് എന്തിനാണെന്നുള്ളതും ക്ലബ് ഹൗസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും മിക്ക ആൾക്കാർക്കും ഐഡിയ ഇല്ലെന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് എന്താണ് ക്ലബ് ഹൗസിൻ്റെ യൂസ് എവിടെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് ഷെയർ ചെയ്തു തരാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു ഫോട്ടോ സെൻഡ് ചെയ്യാനായിട്ടോ ഒരു വീഡിയോ സെൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനായിട്ടോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഇതെന്ത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്? നമ്മൾ ഈ പറയുന്ന വാട്സപ്പിലൂടെയൊക്കെ വോയിസ് മെസ്സേജ് അയക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ ഒരു ഓഡിയോ സംവിധാനം ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം എവിടെയെങ്കിലും ഒരു 10 പേരടങ്ങുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവരെന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു 11ാമനായിട്ട് ആ ഒരു മീറ്റിങ്ങിലേക്ക്, അവരൊരു റൂമിനകത്തിരുന്ന ഒരു മീറ്റിംഗ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്താണ് മീറ്റിംഗ്. ഞാൻ ആ ഒരു മീറ്റിങ്ങിലേക്ക് കയറി ചെല്ലാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പം ആ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഡറായിട്ടുള്ള ഒരാൾ കാണും. അപ്പോൾ ആ ലീഡർ എന്നെ കാണുകയാണ്, വന്നോ മുറിക്കകത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആ മുറിക്കകത്ത് കയറിയിരിക്കുന്നു. എന്നിട്ട് ആ മോഡറേറ്റർ പറയുകയാണ്, ഇന്ന ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറയാനായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു റൂമിനകത്തുള്ള ഒരു മീറ്റിങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പല ആൾക്കാരും പലരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു. വേറൊരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു 5 പേരെ കൂട്ടിയിട്ട് സ്വന്തമായിട്ട് ഞാനൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ എടുത്തിട്ടിട്ട് ഞങ്ങളൊരു 5 പേരിരുന്ന ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വരികയാണ്. അപ്പോൾ ഞാൻ അവനെയും വിളിക്കുകയാണ്, അപ്പോൾ ഇന്ന കാര്യമൊക്കെ സംസാരിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അവനെയും വിളിച്ചിരുത്തി അവനോടും അഭിപ്രായം പറയുന്നു. അങ്ങനെ അവനും അവൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു മീറ്റിങ്ങിനകത്ത് അവതരിപ്പിക്കുമ്പോഴത്തേക്കിന് എന്താകുന്നു, അത് കോമൺ ആയിട്ടുള്ളൊരു സംഭാഷണമായിട്ട് മാറുന്നു. ഇത് നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ അവിടെ എവിടെ ഇരിക്കുന്ന ആൾക്കാർ, തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ പല വിഷയങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് ഒരു റൂമിനകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ക്ലബ് ഹൗസ്. അപ്പോൾ ക്ലബ് ഹൗസ് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കണ്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റിങ്ങിനകത്ത് നമുക്ക് അങ്ങോട്ട് വലിഞ്ഞു കയറാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങിനകത്തോട്ട് മറ്റൊരാൾ വരുമ്പോഴത്തേക്കിന് അവരെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല കാര്യങ്ങൾ കലബല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഗൂഗിൾ മീറ്റ്, സൂം എന്നിവയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാ വട്ടാണെന്ന് ഓർക്കണം, അല്ലേ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ കേട്ടോണ്ടിരിക്കാനായിട്ട് എന്നാ പ്രാന്താന്ന് ഓർക്കണം എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് അറ്റ് എ ടൈം ഇഷ്ടംപോലെ മീറ്റിങ്ങുകളാണ് നടക്കുന്നത്. അതായത് നമുക്ക് ഏത് ടോപ്പിക്കാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ അതാണ് നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്നത് പോലെ ഇതിനകത്ത് വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പല ആൾക്കാരും പല ടോപ്പിക്കിനെ പറ്റി പലതായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് കയറിയിട്ട് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ കേട്ടോണ്ടിരിക്കാം. അതായത് ഒരു റേഡിയോ ഒക്കെ കേൾക്കുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ടോപ്പിക്കുള്ള ഒരു മീറ്റിംഗ് മാത്രമല്ല ഇതിനകത്ത് നടക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ റൂംസ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഈ പറയുന്ന ആൾക്കാർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് കയറി പറ്റാനായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന മീറ്റിങ്ങുകളിലേക്കൊക്കെ നമുക്ക് കടക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ക്ലബ് ഹൗസിനകത്ത് രജിസ്റ്റർ ആയിരിക്കുന്ന ഒരാൾ നമ്മളെ അനുവദിക്കണം. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. നമ്മൾ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ആരെങ്കിലും നമ്മളെ അതിനകത്തോട്ട് പിടിച്ചിടുമ്പോഴത്തേക്കിന് നമുക്കൊരു മെസ്സേജ് വരും. അതിനുശേഷം നമുക്കത് കയറാൻ പറ്റും. ഞാനത് നിങ്ങൾക്ക് എൻ്റെ ഫോണിലൂടെ ഞാൻ കാണിച്ചു തരാം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് കിടക്കുന്നത്. നോർത്ത് ഈസ്റ്റിലൊക്കെ ചില സംസ്ഥാനത്ത് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളവിടെ ഈ പറയുന്ന അതിർത്തിയിലൊക്കെ, ആ ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിലുള്ള ലോക്കലായിട്ടുള്ള നമ്മളെ അറിയാവുന്ന ആരെങ്കിലും അതിനകത്ത് റെക്കമെൻഡ് ചെയ്യണം. അവർ റെക്കമെൻഡ് ചെയ്തെങ്കിലേ നമ്മളെ അതിനകത്തോട്ട് കടത്തിവിടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയുള്ളൂ. ക്ലബ് ഹൗസിലുള്ള ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇനി തുടർന്ന് അത് മാറുമോ എന്ന് നമുക്ക് അറിയത്തില്ല. ഒരു കാര്യം കൂടെ പറയാം, ഇപ്പം ക്ലബ് ഹൗസിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പ്ലാറ്റ്ഫോം അല്ല നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ആൻഡ്രോയിഡിലേക്ക് വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊന്നും ഇത് അത്രയ്ക്ക് ഫേമസ് ആയിട്ടൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് ഫേമസ് ആകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും ഇതിനകത്തോട്ട് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ നേരത്തെ തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നമ്മുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനകത്ത് ക്ലബ് ഹൗസ് എന്ന് സെർച്ച് ചെയ്യുക. ഈ കാണുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിലൊരു പേജിലേക്കായിരിക്കും ആദ്യം വരുന്നത്. ഗെറ്റ് യുവർ യൂസർ നെയിം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും. ആ ടെക്സ്റ്റ് മെസ്സേജിനകത്തൊരു 4 അക്ക കോഡ് കിട്ടുന്നതാണ്. ആ ഒരു കോഡ് ഇവിടെ റീപ്ലേസ് ചെയ്യുക. കോഡ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പേജിലോട്ട് വരുന്നതാണ്. ഇവിടെ നമ്മളുടെ ഫുൾ നെയിം കൊടുക്കണം. നെക്സ്റ്റ് കൊടുക്കുക. ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അറിയാമല്ലോ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂസർ നെയിം ഇട്ടിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അതുപോലെ ഒരു യൂസർ നെയിം ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ആ യൂസർ നെയിമിൻ്റെ പേരിലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലബ് ഹൗസിനകത്ത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു യൂസർ നെയിം എനിക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോണിലേക്ക് നമുക്ക് മെസ്സേജ് വരും. ആരെങ്കിലും ഓൾറെഡി ഇതിനകത്തുള്ള ആരെങ്കിലും നമ്മളെ അതിനകത്തോട്ട് കയറ്റി വിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. എനിക്കിതുപോലെ ഒരു മെസ്സേജ് വന്നു കേട്ടോ. ക്ലബ് ഹൗസിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരോ എന്നെ ഈ പറയുന്ന ക്ലബ് ഹൗസിനകത്തോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ നിങ്ങളെ ആരെങ്കിലും ക്ലബ് ഹൗസിലുള്ള ആരെങ്കിലും പിടിച്ച് അതിനകത്തോട്ട് ഇട്ടോളും. അപ്പോൾ ഈ ഒരു മെസ്സേജ് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ആളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്നത് സെറ്റപ്പ് മൈ പ്രൊഫൈൽ എന്ന് കൊടുക്കുക. വീണ്ടും നമ്മളുടെ പേര് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുന്നു. യൂസർ നെയിം നമ്മൾ മുമ്പേ കൊടുത്ത സെയിം യൂസർ നെയിം തന്നെ ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യുക. ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം മുകളിൽ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫേസ്ബുക്കിനകത്ത് ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിനകത്ത് ഫോളോവേഴ്സിനൊക്കെ കണ്ടുപിടിക്കുന്നത് പോലെ. അപ്പം ഇവിടുന്ന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് വേണമെന്നുള്ളത്. ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യം താഴെ പറയുന്നുണ്ട്, യു ക്യാൻ ആഡ് ആൻഡ് റിമൂവ് ഇൻട്രസ്റ്റ് ലേറ്റർ. അപ്പോൾ പിന്നീട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനത് സ്കിപ്പ് കൊടുക്കുകയാണ്. കോൺടാക്റ്റിലോട്ടുള്ള ആക്സസ് ചോദിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കോൺടാക്റ്റിൽ ആരെങ്കിലും ക്ലബ് ഹൗസിലുണ്ടെങ്കിൽ അവരെ കൂടെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കണമല്ലോ. അലോ കൊടുക്കുക. ലുക്സ് ഗുഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള കുറേ ആൾക്കാരെ അവർ സജസ്റ്റ് ചെയ്ത് തരികയാണ്. ഫേസ്ബുക്കിനകത്തൊക്കെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്ത് തരത്തില്ലേ, അതുപോലെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഫോളോ എന്നുള്ളത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ കോൺടാക്ട്സിനുള്ളിലെ ഫ്രണ്ട്സിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അപ്പോൾ ഇതിനുള്ളിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കിനും ഒത്തിരി പേര് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന റൂമും അതിനകത്ത് എത്ര മെമ്പേഴ്സുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ഇത്രയും ആൾക്കാർ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമിനകത്ത് നിങ്ങൾക്കും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന ഒരു റേസ് ഹാൻഡ്, നമ്മുടെ ഹാൻഡിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റൂം ആരാണോ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ആ ആൾ നമുക്കതിനുള്ള ഒരു പെർമിഷൻ തരും. അതിനനുസരിച്ചിട്ട് നമുക്കിതിനകത്ത് സംസാരിക്കുകയും ചെയ്യാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യാം. സാധാരണ ഒരു വീഡിയോ കോൺഫറൻസിലൊക്കെ ചെയ്യുന്നത് പോലെ. ഇനി ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ലീവ് ക്വയറ്റ്ലി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി, അതായത് ഒരു
മീറ്റിങ്ങിൽ നിന്ന് നമ്മൾ ലോഗൗട്ട് ചെയ്യുന്നത് പോലെ ഈ രീതിയിലാണ് മറ്റുള്ളവരുടെ റൂമിനകത്ത് നമ്മൾ കയറി പറ്റുന്നത്. ഇനി ഇതുപോലെ സ്വന്തമായിട്ടൊരു റൂം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സ്റ്റാർട്ട് റൂം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഇട്ടിട്ടാണ് നമ്മൾ ലെറ്റ്സ് ഗോ എന്ന് കൊടുക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ക്ലബ് ഹൗസിൽ കയറുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ റൂം കാണാൻ പറ്റും. ഈ റൂമിനകത്ത് നടക്കുന്ന കലപില സംസാരങ്ങളെല്ലാം അവർക്ക് കേൾക്കാനായിട്ട് പറ്റും. സോഷ്യൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ അവർക്ക് മാത്രം ഈ പറയുന്ന റൂമിനകത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതായത് ഫേസ്ബുക്കിലെയൊക്കെ മ്യൂച്വൽ ഫ്രണ്ട്സൊക്കെ പോലെ നമുക്കറിയാവുന്ന ആൾക്കാർക്ക് മാത്രം ഇതിനകത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ക്ലോസ്ഡ് എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആൾക്കാരെ സെലക്ട് ചെയ്യാം. പ്രൈവറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു ലെറ്റ്സ് ഗോ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓഡിയോ അലോ ചെയ്യാൻ ചോദിക്കുന്നുണ്ടോ, മൈക്കിൽ കൂടെയാണല്ലോ സംസാരിക്കുന്നത്, അലോ കൊടുക്കുക. ഇപ്പോൾ റൂം ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എൻ്റെ പേര് അവിടെ വന്നത്. ഇനി ഈ സ്റ്റാർട്ട് റൂം എന്ന് കൊടുക്കുന്ന പ്ലേസിൽ മേളിൽ ആടെ ടോപ്പിക് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ടോപ്പിക്കിൻ്റെ പേര് കൊടുത്തിട്ടാണ്, സെറ്റ് ടോപ്പിക് എന്ന് കൊടുത്തിട്ടാണ് റൂം ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ പേരിൽ ഇപ്പോൾ ഈ താഴെയൊക്കെ കാണിക്കുന്നത് പോലെ ടോപ്പിക്കിൻ്റെ പേരിലായിരിക്കും ആ ഒരു റൂം ക്രിയേറ്റ് ആകുന്നത്. മറ്റുള്ളവർക്ക് അതിനകത്ത് എന്ത് ടോപ്പിക്കാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാകും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ക്ലബ് ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മീറ്റിങ്ങിൽ കയറിയിട്ട് അവർ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാം. നിങ്ങൾ തന്നെ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടുക, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളും ചോദിച്ചറിയാം. നല്ലൊരു ആപ്ലിക്കേഷനാണ്, സമയം പോകാൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. രാത്രിയിലൊക്കെ ഇങ്ങനെ ചുമ്മാ പ്ലേ ചെയ്ത് അതും ഇതുമൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾ ക്ലബ് ഹൗസ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയോ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.